ഇൻഫോസ്പെയറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും കൂടി ചെയ്ത് കാണാൻ മറക്കല്ലേ. പെൻഷൻ അറിയിപ്പുകളും അതുപോലെ അക്ഷയവുമായി ബന്ധപ്പെട്ട പുതിയ അപ്ഡേഷനുകളും ഗവൺമെൻറ്റിൽ നിന്നും വരുന്ന ഏറ്റവും പുതിയ അറിയിപ്പുകളുമായിരിക്കും ഈ ചാനലിൽ ഉണ്ടാവുക. എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. കേന്ദ്ര തപാൽ വകുപ്പിൻ്റെ ഗ്രാമീണ ഡാക് സേവക് തസ്തികകളിലേക്ക് യുവാക്കൾക്ക് വൻ അവസരം വരികയാണിപ്പോൾ. രാജ്യവ്യാപകമായി 28,740 ഒഴിവുകളിലേക്കാണ് അപേക്ഷ ക്ഷണിക്കുന്നത്. എഴുത്തു പരീക്ഷയോ അഭിമുഖമോ ഇല്ലാതെ 10ാം ക്ലാസ്സിലെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നത് എന്ന പ്രത്യേകത ഈ വിജ്ഞാപനത്തിനുണ്ട്. ജനുവരി 31 ഔദ്യോഗിക വിജ്ഞാപനം പുറത്തിറങ്ങുമെന്നും അന്ന് മുതൽ ഫെബ്രുവരി 14 വരെ ഓൺലൈനായി അപേക്ഷിക്കാമെന്നുമാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. കേരളത്തിലും മികച്ച രീതിയിലുള്ള ഒഴിവുകൾ ഇത്തവണ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ, അതായത് BPM, അസിസ്റ്റൻ്റ് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ, ABBPM, ഡാക് സേവക് എന്നീ തസ്തികകളിലേക്കാണ് പ്രധാനമായും നിയമനം നടക്കുന്നത്. സർക്കാർ മേഖലയിൽ ജോലി ആഗ്രഹിക്കുന്ന യുവാക്കൾക്ക് ഇതൊരു സുവർണാവസരമാണ്. ആകെ ഒഴിവുകൾ 28,740 എണ്ണമാണുള്ളത്. കേരള സർക്കിളിൽ ഏകദേശം 1,691 ഒഴിവുകൾ പ്രതീക്ഷിക്കുന്നു. യോഗ്യത: അംഗീകൃത ബോർഡിൽ നിന്ന് 10ാം ക്ലാസ് വിജയിച്ചിരിക്കണം. ഗണിതം, ഇംഗ്ലീഷ് എന്നീ വിഷയങ്ങളിൽ നിർബന്ധമായും പഠിച്ചിരിക്കണം. പ്രായപരിധി 18 വയസ്സ് മുതൽ 40 വയസ്സ് വരെ. SC/ST വിഭാഗക്കാർക്ക് 5 വർഷവും OBC വിഭാഗക്കാർക്ക് 3 വർഷവും ഇളവ് ലഭിക്കും. 10ാം ക്ലാസ്സിലെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കുന്ന മെറിറ്റ് ലിസ്റ്റ് വഴി നിയമനം. പരീക്ഷയോ ഇൻ്റർവ്യൂവോ ഉണ്ടായിരിക്കില്ല. ശ്രദ്ധിക്കുക, 10ാം ക്ലാസ്സിലെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കുന്ന മെറിറ്റ് ലിസ്റ്റ് വഴിയാണ് നിയമനം. ശമ്പളം പറയുന്നത് BPM തസ്തികയിലേക്ക് 12,000 രൂപ മുതൽ 29,380 രൂപ വരെയാണ് അടിസ്ഥാന ശമ്പളം. ABBPM അതുപോലെ ഡാക് സേവക് തസ്തികകളിലേക്ക് 10,000 മുതൽ 24,470 രൂപ വരെയാണ് ലഭിക്കുക. മറ്റ് നിബന്ധനകൾ എന്തെല്ലാമെന്ന് വെച്ചാൽ, അപേക്ഷകർക്ക് കമ്പ്യൂട്ടർ പരിജ്ഞാനവും സൈക്കിൾ ഓടിക്കാനുള്ള അറിവും ഉണ്ടായിരിക്കണം. കൂടാതെ പ്രാദേശിക ഭാഷ, അതായത് മലയാളം, 10ാം ക്ലാസ് വരെ പഠിച്ചിരിക്കണം. തപാൽ വകുപ്പിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റായ www.indiapost.gov.in വഴി ഓൺലൈനായി അപേക്ഷിക്കാം. ജനറൽ അല്ലെങ്കിൽ OBC വിഭാഗക്കാർക്ക് 100 രൂപയാണ് അപേക്ഷാ ഫീസ്. സ്ത്രീകൾക്ക്, SC/ST ഭിന്നശേഷിക്കാർ എന്നിവർക്ക് ഫീസ് നൽകേണ്ടതില്ല. ഫെബ്രുവരി 28 ആദ്യ മെറിറ്റ് ലിസ്റ്റ് പുറത്തു വരുമെന്നാണ് സൂചന. കൂടുതൽ വിവരങ്ങൾക്കായി ഔദ്യോഗിക വിജ്ഞാപനം വരുന്നതുവരെ കാത്തിരിക്കുക.